നമ്മൾ ഫ്രണ്ട്സാളുമൊത്ത് മുന്നേ നടത്തിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഹാരി മോൻ, ജീലാനി മോൻ, അതേപോലെ നമ്മുടെ സാലിമണ്ണൻ, അതേപോലെ തന്നെ നമ്മുടെ മാനൊക്കെ ഉൾപ്പെട്ടൊരു വീഡിയോ ആണ്. ഇന്ന് കുറച്ച് മുന്നേ നടത്തിയ ഒരു ചെറിയൊരു ട്രിപ്പ് കടമ്പയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്, അല്ല ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ടൂറിസം ഹബ്ബായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലത് സൈഡിൽ കാണുന്നതൊക്കെ വലിയ വലിയ റിസോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഏകദേശം കക്കാടംപൊയിൽ ടൗണിൻ്റെ മധ്യഭാഗത്തൂടെയാണ് ഈ ജില്ലാ ബോർഡർ വരുന്നത്. രണ്ട് ജില്ലകളുടെയും അതിർത്തി എന്ന് പറയുന്നത് ഈ കക്കാടംപൊയിൽ ടൗണിൻ്റെ മധ്യഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഒന്ന് ചാലിയാറും അതേപോലെ ഇരുവഴിഞ്ഞിപ്പുഴ. ഈ രണ്ട് നദികൾ ഉത്ഭവിക്കുന്ന സ്ഥാനം കൂടിയാണ് ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ട് ഒരു ഏരിയ ആണ്. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു ട്രക്കിംഗ് ജീപ്പിൽ കുറച്ച് ദൂരം ജീപ്പിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നിട്ടാണ് കയറുന്നത്. മുട്ടില്ലാതെ കയറാം. നമ്മൾ ഒറ്റടിക്കണ്ടല്ലോ കയറണേ അകപടം ആരംഭിക്കേ. അയ്യോട്ടെ അയ്യാ, സത്യത്തിൽ വയ്യതാണ് അത് വെള്ളമൊലിച്ച് പോയപ്പോൾ മക്കളെ. വൈബ് വൈബ് വൈബ്. ആരിസാ, ആ വരുമ്പത്തിരിക്കുന്ന ടീമിനോട് എന്താ പറയാനുള്ളേ? ആ വരുമ്പോ തന്നെ ഇരിക്കാൻ പറയൂ. കണ്ടോളി, തമിഴ് പയ്യൻ കുരിശുമല ഫ്രം എന്താണ് കൈതപ്പൊയിൽ. കക്കാടംപൊയിൽ പേര് വരെ മാറി. ആരിസ് ടയോട്ട് ആയിക്കണേ. ഞാൻ യോഗയിലാട്ടോ. സാലിമ അപ്പം ഞങ്ങൾ മുകളിലെത്തി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെ വേറെ ലെവലാണ്ടാ, കാറ്റടിച്ചിട്ട് ഇങ്ങോട്ട് അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ആമസോൺ വ്യൂ പോയിൻ്റ്. അവിടെ പോയിട്ടില്ല, അടുത്ത ട്രിപ്പിൽ അവിടെ പോകണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഊറ്റ് വെള്ളം കിട്ടൂല കേട്ടോ. കാരണം ഈ കച്ചവടക്കാരോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ മേലെ ആരുമില്ല. അപ്പോൾ നമ്മളതൊക്കെ കരുതിയിട്ട് വേണം ഇതിൻ്റെ മേലെ കയറാൻ. കാരണം കയറുമ്പോൾ എന്തായാലും ക്ഷീണിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.